ഹായ് വെൽക്കം ബാക്ക്. ഈ +2 പബ്ലിക് എക്സാമിനേഷന് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയിരുന്നാൽ ഏകദേശം അതുപോലെയാണ് ഈ ചാപ്റ്ററിലുള്ള മറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുന്നത്. മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിരിക്കും. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റ് 2-3 ഇനിക്വാളിറ്റീസ് തന്നിരിക്കും, 3-4 ഇനിക്വാളിറ്റീസ് തന്നിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഗ്രാഫ് മെത്തേഡിൽ, കോർണർ പോയിന്റ്സ് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാക്സിമൈസ് z ഈക്വൽ ടു 4x + y. മനസ്സിലായി കാണും. z എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഏതാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അത് 4x + y ആണ്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇത് തുടങ്ങുമ്പോൾ ആദ്യം z ഈക്വൽ ടു ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണോ തന്നിട്ടുള്ളത് അത് അതുപോലെ എഴുതണം. 4x + y അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് തന്നിട്ടുള്ള ഇനിക്വാലിറ്റി x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ അല്ല, അത് ഇനിക്വേഷൻ ആണ്, എങ്കിലും 2 എന്ന് നമുക്ക് കൊടുക്കാം. 2. ഇതിനെ ആദ്യം ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കണം. x + y ഈക്വൽ ടു 50 എന്നെടുക്കണം. കറസ്പോണ്ടിങ് ഇക്വേഷൻ ലെസ് ദാൻ, അതിൽ ആ ലെസ് ദാൻ മാറ്റിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിൽ ഈക്വൽ ടു മാത്രം ഇട്ടിട്ട് ഇതിനെ സോൾവ് ചെയ്ത് 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇത് എക്സും ഇത് വൈയും. ആദ്യം എക്സിന് 0 കൊടുക്കുക. ഈ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 0 + y ഈക്വൽ ടു 50. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. എക്സിന് 0 കൊടുത്താൽ y 50 കിട്ടി. അടുത്തതോ വൈക്ക് 0 കൊടുക്കുക. y ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ x + 0 ഈക്വൽ ടു 50. അതിൽ നിന്ന് x ഈക്വൽ ടു എന്ത് കിട്ടും? 50 കിട്ടും. അപ്പോൾ വൈക്ക് 0 കൊടുത്താൽ x 50 കിട്ടി. ഈ 2 പോയിൻറ്റ്സ് കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി നമ്മളൊന്ന് റഫായിട്ട് പറയുകയാണ്, ഈ ലൈൻ എങ്ങനെയായിരിക്കും, ഏത് ഭാഗത്തേക്കായിരിക്കും ഈ ലൈൻ വരുന്നത്. ഇവിടെ ഈ x ആക്സിസിൽ 50 എന്ന് പറയുന്നത് ഇവിടെയാണ്, y ആക്സിൽ 50 ഇവിടെയാണെന്നിരിക്കട്ടെ. എങ്കിൽ 0,50 എന്ന് പറഞ്ഞാൽ x 0-യും y 50-യും വരുന്നത് ഇവിടെയാണ്. അടുത്ത് 50,0 എന്നുള്ള പോയിൻ്റ് ഇവിടെയാണ്. ഇതാണ് ഈ രണ്ടാമത്തതാണ് 50,0. ഇതാണ് 0,50. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഇത് ലീനിയർ ഇനിക്വാളിറ്റി ആയില്ല, ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫേ ആയുള്ളൂ. ഇനി ഇനിക്വാളിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഇനിക്വാളിറ്റിയാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഷെയ്ഡ് ചെയ്താണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലൈനിൻ്റെ മുകളിലേക്ക് കിടക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പർ ഹാഫ് പ്ലെയിൻ എന്നറിയപ്പെടും. താഴേക്ക് കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ലോവർ ഹാഫ് പ്ലെയിൻ എന്നും അറിയപ്പെടും. ഇതിലിനി ചെയ്യേണ്ടത് എങ്ങോട്ടാണ് ഇതിൻ്റെ ഷെയ്ഡിങ് റീജിയൻ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഈ ഇനിക്വാളിറ്റി ഉണ്ടല്ലോ, 2 എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള ഇനിക്വാളിറ്റി, അതിൽ അറ്റ് 0,0 എന്നുള്ള പോയിൻ്റ് കൊടുത്തു നോക്കണം. 0,0 എന്നുള്ള പോയിൻറ്റിൽ ഈ ഇനിക്വാളിറ്റിയുടെ ട്രൂത്ത്നെസ്, അതായത് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കണം. ഈ 0,0 എന്നുള്ള പോയിൻ്റ് എവിടെയാണെന്ന് അറിയാമല്ലോ. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് ആണ് 0,0 കേട്ടോ, 0,0. അതൊന്ന് ജസ്റ്റ് അതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇനിക്വാളിറ്റി 2 ഇംപ്ലൈസ് 0 + 0 അല്ലേ? എക്സിനും 0 വൈക്കും 0. അപ്പോൾ 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ 0 തന്നെയല്ലേ 50യേക്കാൾ ചെറുത്, അപ്പോൾ അത് ട്രൂ തന്നെയല്ലേ? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ പോയിൻ്റ് കൊടുത്തപ്പോൾ നമുക്ക് ആ ഇനിക്വാളിറ്റി ട്രൂ ആയി എങ്കിൽ ആ പോയിൻ്റ് കിടക്കുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ആ പോയിൻ്റ് 0,0 അല്ലേ? കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് താഴേക്കാണല്ലേ? അപ്പോൾ അതിനറിയപ്പെടുന്ന പേരാണ് ലോവർ ഹാഫ് പ്ലെയിൻ. ഇങ്ങോട്ട് താഴേക്ക് ഷെയ്ഡ് ചെയ്യണം. ഒന്നുകിൽ അങ്ങനെ എഴുതണം, ഷെയ്ഡ് ലോവർ ഹാഫ് പ്ലെയിൻ എന്ന് എഴുതണം, അല്ലെങ്കിൽ ഷെയ്ഡ് ടുവേർഡ്സ് ദ ഒറിജിൻ എന്ന് എഴുതണം. ഒറിജിനല്ലേ നമ്മൾ കൊടുത്തേ, ആ പോയിൻ്റ് കിടക്കുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ലോവർ ഹാഫ് പ്ലെയിൻ എന്ന് എഴുതുന്നു. ലോവർ ഹാഫ് പ്ലെയിൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കൊടുത്തപ്പോൾ അങ്ങനെ വന്നില്ല, ജസ്റ്റ് ഇങ്ങനെയാണ് അത് ഇനിക്വാളിറ്റി എന്നിരിക്കട്ടെ, x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്നിരിക്കട്ടെ. എങ്കിൽ ഇത് കൊടുക്കുമ്പോഴേ 0 + 0 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആയിട്ടല്ലേ കിട്ടുക. അങ്ങനെ ഫോൾസായിട്ട് കിട്ടിയാൽ ആ പോയിൻ്റ് കിടക്കുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യരുത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും? ഷെയ്ഡ് ദ അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് എഴുതും. ഓക്കെ, ഇത് ലോവർ ഹാഫാണ്. ശരി, അങ്ങനെ ഒരു ചാൻസ് പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ഇനിക്വാളിറ്റി നോക്കാം. അത് ഇവിടെ തന്നെ അങ്ങ് ചെയ്തേക്കാം. നോക്കൂ, നെക്സ്റ്റ് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് 3x മൈനസ് അല്ല പ്ലസ്
വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90. ഇത് തേർഡ് വൺ എന്ന് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുത്തു. സെക്കൻഡ് ഇക്വേഷൻ ആ ഇനിക്വാലിറ്റി തന്നിരിക്കുന്ന ആദ്യത്തത്, രണ്ടാമത്തെ ഇനിക്വാലിറ്റിയാണത് ഈ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കിടക്കുന്നത്. ഇക്വേഷൻ അല്ല, ഇനിക്വേഷനാണ്, എങ്കിലും തേർഡ് നമ്പർ കൊടുത്തു. ഇതിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു 90 എന്ന് കൊടുക്കണം. എന്നിട്ട് അവിടെയും 2 പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി, ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ആ 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ എക്സും വൈയും ഇവിടെ എഴുതി 2 പോയിൻറ്റ്സിൻ്റെ പ്ലേസും എഴുതി. ആദ്യം എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ വൈ ഈക്വൽ ടു എന്ത് കിട്ടും? 90 അല്ലേ കിട്ടുക? ഇപ്പം 90. അടുത്ത് വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുത്താൽ 3x + y = 90. അപ്പോൾ 3x = 90 ആൻഡ് ഹെൻസ് x = 90 / 3 എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് 30 എന്ന് കിട്ടും. ഇത്ര മനസ്സിലായോ? വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സിന് 30, എക്സിന് 0 കൊടുത്തപ്പോൾ y 90. ശരിയല്ലേ? ഇനി ഇപ്പോൾ ലൈൻ വരച്ചു, ലൈനും ഏകദേശം ഇങ്ങനെ തന്നെ വരുള്ളൂ അല്ലേ? ഇങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ അവിടെയും എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിക്കണം. അതും ഇവിടെ എഴുതണം. വെൻ എന്നോ അല്ലെങ്കിൽ അറ്റ് എന്നോ എഴുതാം. അറ്റ് 0 0 0 0 എന്നുള്ള പോയിന്റിൽ ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കണം. 3 ഇംപ്ലൈസ് എക്സിന് 0 വൈക്ക് 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ടും 0 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90. ട്രൂ അല്ലേ? ഈസ് ട്രൂ. ട്രൂ ആണെങ്കിൽ ഇതും ടുവേർഡ്സ് ദ ഒറിജിൻ ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതിൽ 2 രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞു. ഷെയ്ഡ് ടുവേർഡ്സ് ദ ഒറിജിൻ എന്ന് എഴുതാം, ഷെയ്ഡ് ദ ലോവർ ഹാഫ് പ്ലെയിൻ താഴേക്ക് ഷെയ്ഡ് ചെയ്യണം എന്നുള്ളത് എഴുതാം. ടുവേർഡ്സ് ദ ഒറിജിൻ എന്നതിൽ എഴുതിയേക്കാം. ഒറിജിൻ. ഓക്കെ. ഇനി 2 ഇനിക്വാളിറ്റീസ് കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന അടുത്ത ഇനിക്വാളിറ്റി, അതിനെ 4 എന്ന് നമ്പർ ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അതെന്താണ് എന്നുള്ളത് ഇവിടെ എഴുതിയേക്കാം. നേരത്തെ y ആക്സിസ് ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? ഷെയ്ഡ് y ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ ആക്സിസ് അല്ലേ, അപ്പോൾ റൈറ്റിലോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയ്ഡ് റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്നാണ് എഴുതേണ്ടത്. റൈറ്റ് ഹാഫ് പ്ലെയിൻ. ഓക്കെ. ഇനി ഒരു ഇനീക്വാലിറ്റി ഇവിടെ ഉണ്ട്, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അതിനെ 5th എന്ന് കൊടുത്തിട്ട് y ഈക്വൽ ടു 0. അതെന്തിൻ്റെ ഇക്വേഷനാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അവിടെയും എക്സ് ആക്സിസ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ്, മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എഴുതേണ്ടത് ഷെയ്ഡ് അപ്പർ ഹാഫ് പ്ലെയിൻ. അപ്പർ ഹാഫ് പ്ലെയിൻ. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ അല്ലേ? ശരി, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇതിലേ 50 ഉണ്ട്, 90 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സിസുകളിൽ മാർക്ക് ചെയ്യുന്നത് 10 ഡിഫറൻസ് വെച്ച്, 10 20 30 40 അങ്ങനെ ആ ഡിഫറൻസ് വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ഫസ്റ്റ് ഇൻഇക്വാലിറ്റിയുടെ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ലേ, അത് പ്ലോട്ട് ചെയ്ത് വരയ്ക്കണം. 0,50 0,50 എന്ന് പറയുന്ന പോയിൻ്റ് y ആക്സിസിലെ പോയിൻ്റാണ്. ഇതാണ് 0,50. അടുത്ത് 50,0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. ഇതാണ്. അത് താഴെ ഇങ്ങോട്ട് എഴുതിയാലും മതി, 50,0 എന്നുള്ള പോയിൻ്റ്. ഇനി ഇവ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈനാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ച് കറക്റ്റാക്കി ഈ ലൈനായിട്ട് വരയ്ക്കണം. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പം സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്ന് ഇല്ല. ഈ ലൈൻ വരച്ച ശേഷം അത് ഏത് ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ലൈനാണെന്നുള്ളത് എവിടെയെങ്കിലും സ്ഥലമുള്ളിടത്ത്, ഇതിൻ്റെ ഇടയ്ക്കൂടെ എഴുതാൻ നീക്കണ്ട, വേറെ എവിടെയെങ്കിലും സ്ഥലമുള്ളിടത്തൊന്ന് അതിൻ്റെ പുറത്തൊന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. നമ്മൾ എഴുതുക ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 എന്നല്ലേ, അതിവിടെ അങ്ങ് എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50. ഇനി ഇതെങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? ഇത് ഷെയ്ഡ് ചെയ്യേണ്ടതും ഒറിജിനിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അത് ഇങ്ങനെ വെറുതെ മൊത്തം വരച്ചങ്ങ് വയ്ക്കണ്ട. അതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? 2-3 ആരോ മാർക്കുകൾ കാണിച്ചാൽ മതി ഇതിന്. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. നെക്സ്റ്റ് ലൈൻ ഇക്വേഷൻ 3യുടേതാണ്. ഇതാണ് 0,90 30,0. അടുത്തത് 30,0 അല്ലേ, അപ്പോൾ അതിവിടെ എഴുതാം. 30,0 എന്നുള്ള പോയിൻ്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. ഇനി ഈ 2 പോയിൻറ്റ്സുകളും ജോയിൻ ചെയ്തെടുത്ത് അടുത്ത ലൈൻ, അതും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. (3x + y = 90). ഇതെങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം?
ഇത് എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ ഒറിജിൻ, അതായത് ലോവർ ഹാഫ് പ്ലെയിൻ തന്നെയാണ്. അതായത് ഇതിൻ്റെ ഷെയ്ഡിങ്ങും വരേണ്ടത് ഇങ്ങോട്ട് തന്നെയാണ്, ഇങ്ങോട്ട് തന്നെ. അതുമായി ഇനി രണ്ട് ലൈൻസ് ഉള്ളത് എക്സ് ആക്സിസും വൈ ആക്സിസുമാണ്. എക്സ് ഗ്രേറ്റർ എന്ന് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0, അത് വൈ ആക്സിസ് ആണ്. അപ്പോൾ വൈ ആക്സിസിൽ നിന്ന് റൈറ്റിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഈ വൈ ആക്സിസിൻ്റെ ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു 0. ഈ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈ വൈ ആക്സിസിൽ നിന്ന് റൈറ്റിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, റൈറ്റിലേക്ക്. അതുപോലെ എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്കാണ്, അപ്പർ ഹാഫ് പ്ലെയിൻ ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് ആരോ മാർക്ക് മുകളിലേക്കാണ് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് നോക്കൂ, ഈ മൂന്നിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എവിടെയാണ്? മൂന്നല്ല, മൊത്തം 4 ലൈൻസ് ഉണ്ടല്ലേ. ഇതാണ്ടില്ലേ, ഈ ഓറഞ്ച് കളർ, പിന്നെ ഈ പർപ്പിൾ കളർ, പിന്നെ ഈ 2 ആക്സിസുകൾ. ഇതിൻ്റെ 4ഉം ബൗണ്ട് ചെയ്യുന്ന ഏരിയ അതെവിടെയാണ്? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഫീസിബിൾ റീജിയൻ അതായത് എല്ലാ ഇനിക്വാളിറ്റീസും ഷെയ്ഡിങ്ങിൽ വരുന്ന അത്രയും കോമൺ ആയിട്ടുള്ള റീജിയൻ, അതാണ് ഈ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഫീസിബിൾ റീജിയൻ ഇവിടെ ഇപ്പോൾ ബൗണ്ടഡ് ആണ് അല്ലേ, ബൗണ്ടറീസ് ഉണ്ട്, ബൗണ്ടഡ് ആണ്. അപ്പം 4 കോർണർ പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടി. ആ 4ത്തിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്കൊന്ന് എഴുതാൻ ശ്രമിക്കാം. ഒരെണ്ണത്തിൻ്റെ നേരത്തെ ഓൾറെഡി ഇവിടെ ഉണ്ട്, കണ്ടോ, ഉണ്ട്. അതിന് പേര് നമുക്ക് ഒറിജിൻ വരുന്ന ഭാഗത്ത് ആ പേരെന്ന് പറയുന്ന ക്യാപിറ്റൽ ഒ എന്ന് തന്നെ കൊടുക്കാം. പിന്നെ മറ്റ് 3 എ എന്നും ബി എന്നും സി എന്നും കൊടുത്തേക്കാം. അപ്പോൾ എയുടെയും സിയുടേതും ഓൾറെഡി അവിടെ ഉണ്ട്, കണ്ടോ. എയുടേത് 30,0, സിയുടേത് 0,50, ഒയുടേത് 00, അത് ഉണ്ടല്ലോ അവിടെ, 00 ഉണ്ട്. പിന്നെ ബിയുടെ കോർഡിനേറ്റ്സ് മാത്രം നമ്മൾ കണ്ടുപിടിക്കണം. ബിയുടെ കോർഡിനേറ്റ്സ് ഇവിടെ നിന്ന് നോക്കിയാൽ മതി. 20യുടെ നേരെ 30യുടെ നേരെയാണല്ലേ. ഇതാ നോക്കൂ, ഇതിൻ്റെ താഴേക്കൊന്ന് വരച്ച് നമ്മൾ നോക്കിയാൽ മതി. 20യുടെ നേരെ ഈ 30യുടെ നേരെ ആണല്ലോ. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സും കിട്ടിയില്ലേ? ബിയുടെ കോർഡിനേറ്റ്സ് എത്രയായിരുന്നു? യെസ്, 20,30, അതും കിട്ടി. ഇത്രയും ഓക്കെ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിളാണ്. ആ ടേബിളിൽ ഫസ്റ്റ് കോളത്തിൽ കോർണർ പോയിന്റ്സ്, അത് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ആണ്. ഗ്രാഫിൻ്റെ ആ ബൗണ്ടഡ് റീജിയനിൽ നിന്ന് കോർണറിൽ വരുന്ന പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചില്ലേ, അതാണ് ഇത്. ഇനി സെക്കൻഡ് കോളം 4x + y എന്നുള്ള z എന്നുള്ള ഫംഗ്ഷൻ, അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. ഈ ഓരോ പോയിന്റ്സും ഇസഡിൽ കൊടുക്കുമ്പോൾ ആ ഇസഡിന് കിട്ടുന്ന വാല്യൂസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സിന് 0യും വൈക്ക് 0യും, അത് കൊടുക്കുമ്പോൾ ഇസഡ് ഈക്വൽ ടു എത്ര കിട്ടും? ഇതും 0 കിട്ടും, അടുത്തതും 0 കിട്ടും അല്ലേ. അപ്പോൾ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൽ ഇസഡിൻ്റെ വാല്യൂ 0. ഈ പോയിന്റ് കൊടുക്കുമ്പോഴോ എക്സിന് 30യും കൊടുക്കണം, വൈക്ക് 0യും. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 4 × 30 + 0 അല്ലേ. 4 × 30 120 ആണ്. 120 + 0 120 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 120. നെക്സ്റ്റ് 20,30 കൊടുക്കുമ്പോഴോ ഇസഡ് ഈക്വൽ ടു എക്സിന് പകരമാണ് 20, വൈക്ക് പകരം 30. അപ്പോൾ 4 × 20 + വൈക്ക് പകരം 30 ഈക്വൽ ടു 110 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 110 എന്ന് എഴുതി. ഇനി 0,50 എന്ന് പറയുമ്പോൾ എക്സിന് 0യും വൈക്ക് 50യും, അത് അതിൽ കൊടുക്കുമ്പോൾ 50 കിട്ടത്തുള്ളൂ അല്ലേ. മനസ്സിലായല്ലോ. ഇനി ഈ ഇസഡിൻ്റെ വാല്യൂസിൽ കിട്ടിയതിൽ ഏറ്റവും വലുത് ഇതിലൊന്ന് സെലക്ട് ചെയ്യണം. ഏറ്റവും വലുത് ഇതല്ലേ, 120 അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു എന്നാണ്, അതുകൊണ്ടാണ് ഏറ്റവും വലുത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ആ ഇസഡിൻ്റെ മാക്സിമം വാല്യൂ. മിനിമൈസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിലുള്ള മിനിമം വാല്യൂ ഇവിടെ ഇപ്പോൾ 0 ആണ്. മിനിമൈസ് ഇസഡ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് എഴുതിയിട്ട് MAX എന്നിട്ടല്ല, ഇസഡ് മാക്സിമം ഈക്വൽ ടു 120 എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ അറ്റ് എ എന്നുള്ള പോയിന്റിലല്ലേ അത് കിട്ടിയത്, 30,0 എന്നുകൂടെ എഴുതിയിരിക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ മാക്സിമൈസ് ഇസഡ് എന്ന് ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. മിനിമൈസ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ട രീതികളെല്ലാം, പക്ഷേ അതിൽ നിന്ന് മിനിമം വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെയാണ് ബാക്കി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യേണ്ടത്. ഈ ഒരു രീതിയാണ് ചെയ്യേണ്ടത്. ഗ്രാഫൊക്കെ വരച്ചിട്ട് ഈ കോർണർ പോയിന്റ് മെത്തേഡിൽ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇൻ്റഗ്രൽസ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. താങ്ക് യു. വീണ്ടും കാണാം.